നമസ്കാരം. കടം തീർക്കാനും ജപ്തി നടപടിയിൽ നിന്നും രക്ഷപ്പെടാനുമായി കൂപ്പൺ നറുക്കെടുപ്പ് പ്രഖ്യാപിച്ച പ്രവാസിക്ക് പണികിട്ടി. 1500 രൂപയുടെ കൂപ്പൺ എടുത്താൽ സമ്മാനമായി 3300 സ്ക്വയർ ഫീറ്റ് വീടും 26 സെന്റ് സ്ഥലവും വാഗ്ദാനം ചെയ്ത മുൻ പ്രവാസി ലോട്ടറി നിയമങ്ങളുടെ ലംഘനമെന്ന കേസിലാണ് അറസ്റ്റിലായത്. കണ്ണൂർ കേളകം പഞ്ചായത്ത് അടയ്ക്കാത്തോട് കാട്ടുപാലം ബെന്നി തോമസ് ആണ് അറസ്റ്റിലായിരിക്കുന്നത്. വീടും സ്ഥലവും വാഹനങ്ങളും നറുക്കെടുപ്പിൽ വെച്ചുകൊണ്ടാണ് ധനസമാഹരണത്തിന് അദ്ദേഹം തുനിഞ്ഞത്. ജപ്തി നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും ഭാര്യയുടെ ചികിത്സ നടത്താനുമായിരുന്നു ഈ ശ്രമം. ശനിയാഴ്ചയായിരുന്നു നറുക്കെടുപ്പിന് തീയതി നിശ്ചയിച്ചിരുന്നത്. ഇതിനിടെ പോലീസ് എത്തി ബെന്നിക്കെതിരെ കേസെടുക്കുകയും ബാക്കിയുണ്ടായിരുന്ന കൂപ്പണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബെന്നിയെ അറസ്റ്റ് ചെയ്തത്. നറുക്കെടുപ്പിന് കൂപ്പൺ വിൽപ്പന തുടങ്ങിയപ്പോൾ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയെന്നും നറുക്കെടുപ്പുമായി മുന്നോട്ടു പോകുന്നതിൽ തടസ്സമില്ലെന്നും അറിയിച്ചതാണെന്നാണ് ബെന്നി പറയുന്നത്. സൗദി അറേബ്യയിലെ റിയാദിൽ 35 വർഷം ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ടാണ് ബെന്നി അടയ്ക്കാത്തോട് വീടും സ്ഥലവും വാങ്ങിയത്. സൗദിയിൽ ഡ്രൈവറായിരുന്ന ബെന്നി പിന്നീട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യുന്ന അൽവത്താനിയ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. 2016 റിയാദിൽ സ്വന്തം സംരംഭമായി സ്പെയർ പാർട്സ് കട തുടങ്ങി. ഒപ്പം നാട്ടിൽ കുറച്ച് കൃഷിയും തുടങ്ങി. ഇതിനെല്ലാമായി 55 ലക്ഷം രൂപ വായ്പ എടുത്തു. എന്നാൽ കോവിഡ് ലോക്ക്ഡൌൺ വന്നതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി. ലോക്ക്ഡൌൺ മാറിയപ്പോൾ സൗദിയിലെ സ്പോൺസർ മരിച്ചു. പകരം മകൻ സ്പോൺസറായി വന്നു. ഒരുവിധം കാര്യങ്ങൾ നേരെയായി വരുന്നതിനിടെ സ്പോൺസറെ കാണാതെയായി. ഇയാളെ കണ്ടെത്താനും വിസ പുതുക്കാനും സാധിക്കാതെ വന്നതോടെ ഈ കട പൂട്ടി. ഇതിനിടയിലാണ് ഭാര്യയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ചികിത്സയ്ക്കായി കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നു. കടം 85 ലക്ഷത്തിലധികമായി. ഭാര്യയുടെ ചികിത്സയ്ക്കായി 21 ദിവസം കൂടുമ്പോൾ 2.75 ലക്ഷം രൂപയോളം ആവശ്യമാണ്. വീടും സ്ഥലവും വിറ്റ് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനും കടം വീട്ടാനും ശ്രമിച്ചെങ്കിലും വിൽപ്പന നടക്കാതെ വന്നു. ഇതോടെയാണ് അറ്റകൈ പ്രയോഗമായി കൂപ്പൺ അടിച്ച് വിൽപ്പന നടത്താൻ തീരുമാനിച്ചത്. 1ാം സമ്മാനം വീടും സ്ഥലവും, 2ാം സമ്മാനം യൂസ്ഡ് ഥാർ കാർ, 3ാം സമ്മാനം യൂസ്ഡ് മാരുതി സെലേറിയോ കാർ, 4ാം സമ്മാനം പുതിയ എൻഫീൽഡ് ബുള്ളറ്റ് എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ഇതിനിടെ വീടും സ്ഥലവും വിൽപ്പന നടത്താനും ശ്രമിച്ചുകൊണ്ടിരുന്നു. വിൽപ്പന നടത്തിയാൽ കൂപ്പൺ വാങ്ങിച്ചവർക്ക് പണം തിരികെ നൽകാനായിരുന്നു തീരുമാനം. ഈ വഴിയിൽ പണം സമ്പാദിക്കാനുള്ള ശ്രമം നടക്കവെയാണ് ലോട്ടറി നിയമങ്ങളുടെ ലംഘനമാണ് കൂപ്പൺ പദ്ധതിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് നറുക്കെടുപ്പ് തടഞ്ഞത്. കഴിഞ്ഞ മാർച്ചിലാണ് ബെന്നി കൂപ്പൺ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ ഇത്രയും നാൾ യാതൊരു നടപടിയും എടുക്കാതിരുന്ന ലോട്ടറി വകുപ്പ് അവസാന നിമിഷം ഇത്തരം നീക്കവുമായി വന്നത് എന്തിനാണെന്ന് അറിയില്ലെന്നും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും ബെന്നി പറഞ്ഞു. കൂപ്പൺ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നതാണ്. അതിനു പിന്നാലെയാണ് പോലീസ് അന്വേഷണം നടത്തിയതും പ്രശ്നമില്ലെന്ന് കണ്ട് മുന്നോട്ടു പോയതും. 9000-ഓളം കൂപ്പണുകൾ വിൽക്കാനായി. കടം തീർത്ത ശേഷം ബാക്കിയുള്ള പണത്തിന് ചെറിയൊരു വീട് വാങ്ങി താമസം മാറാനായിരുന്നു ബെന്നിയുടെ തീരുമാനം. ഇതെല്ലാം ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ് ചെയ്തത്.